ഞാനും അനിയത്തിയും അനിയനും കൂടെ കൂടിയിട്ട് ഇതാ പോകുന്നത് നമ്മുടെ നിഫ്രകുട്ടൻ്റെ കാത് കുത്താൻ വേണ്ടിയിട്ടാണ്. ആൾക്കൊരു ബലൂൺ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്രം പോരെ, എൻ്റെ നിഷുവിനും വേണമെന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടെ ആയിരുന്നു വാങ്ങിച്ച്. പിന്നെ നമ്മൾ സ്റ്റഡൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു. അവരിതാ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാതുകുത്തലൊക്കെ തകൃതിയായിട്ട് തന്നെ നടന്ന് ആള് ഭയങ്കര കൂളായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മളിത് ഇവളുടെ ഭാഗത്ത് നിന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ തൊട്ടീനും പിടിച്ചതിനൊക്കെ ബഹളം വെക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ദാ ഇവിടുന്ന് സീനൊന്നും ഇല്ലാണ്ട് നല്ല കൂളായിട്ട് തന്നെ ഇറങ്ങിപ്പോന്നു. അവളെ ഒന്നും കൂടെ കൂളാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ അവിൽ മിൽക്കിൻ്റെ ഷോപ്പിലോട്ട് കയറിയിട്ട് അവിടുന്ന് അവിൽ മിൽക്കൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. ഏതായാലും ഇറങ്ങിയതല്ലേ, അവളുടെയും നമ്മളുടെയും എല്ലാവരുടെ കാര്യങ്ങളൊക്കെ അങ്ങ് നടത്തി പോരാന്ന് വിചാരിച്ച് നമ്മളിതാ ഒരു പാർലറിലോട്ട് കയറിയിട്ട് നിഫ്രൂട്ടിൻ്റെ മുടി കണ്ണിൽ തട്ടാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. എന്നാൽ പിന്നെ അതങ്ങ് വെട്ടിക്കളയാന്ന് വിചാരിച്ച് അങ്ങനെ മുടി വെട്ടലൊക്കെ കഴിഞ്ഞ് അതിനുശേഷം നമ്മളും അവിടെ ഏതായാലും പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളും ത്രെഡൊക്കെ ചെയ്ത് പൊന്നിച്ച് മാറാന്നൊക്കെ പറയില്ലേ, അത് കേട്ടിട്ടുള്ളൂ. ഇന്നിപ്പോൾ നമ്മളത് കണ്ടു കേട്ടോ. പിന്നെ വീട്ടിൽ കാര്യമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. പോണ വൈക്കിയതാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയി. അപ്പം അത്രയൊക്കെ ഉള്ളൂ.